പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്ന് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം തന്ന വലിയ കരുണയ്ക്കും വലിയ കൃപയ്ക്കുമായി നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. ആർക്കും മാറ്റാൻ കഴിയാത്ത ചില സ്വഭാവങ്ങളും ചിന്തകളും മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനം എന്നിൽ ചെലുത്തിയ സ്വാധീനമാണ് നിങ്ങളുടെ മുൻപിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. നരഭോജികളായവരെ നരസ്നേഹികളാക്കുന്ന ഈ മഹത്വകരമായ വചനം കിരാതന്മാരും ദുഷ്ടന്മാരും നീചന്മാരും നികൃഷ്ടന്മാരും മനസാക്ഷിയറ്റവരുമായ ആളുകളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇത്രയും എതിർപ്പുകൾ നേരിട്ട മറ്റൊന്നില്ല. വേദപുസ്തകമാണ് ഏറ്റവും എതിരാളികളാൽ എതിർക്കപ്പെട്ട പുസ്തകം. എന്നാൽ എത്രത്തോളം എതിർത്തു അത്രത്തോളം പ്രചാരത്തിൽ വന്നു, അത്രത്തോളം പ്രബലമായി ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, അത് വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, വായിച്ച് കേൾപ്പിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, വായിച്ച് കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാനും കേൾക്കുമ്പോൾ നിങ്ങളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യോശുവയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടാണ്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു താഴ്വരയുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറയാം എന്ന് കരുതി മാറ്റിവെച്ചതാണ്. അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞ് വരുന്നു. യഹോവയുടെ കോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് പേരായി. ഏത് താഴ്വരയ്ക്കാണ്? ദൈവത്തിന്റെ കോപം പ്രകടമായ താഴ്വരയാണ് ആഖോർ താഴ്വര. ദൈവകോപം പ്രകടമായ താഴ്വര ആഖോർ താഴ്വരയായി മാറി. അല്ലെങ്കിൽ ആഖോർ താഴ്വരയ്ക്ക് ഒരു ബ്ലാക്ക് മീനിങ് ഉണ്ടായി, നെഗറ്റീവായിരിക്കുന്ന ഒരു മീനിങ് അതിന് കൈവന്നു. എന്താണ് ആ നെഗറ്റീവ് മീനിങ്? ദൈവത്തിന്റെ കോപം പ്രകടമായ സ്ഥലമാണ് ആഖോർ താഴ്വര. സംഭവങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ആഖാനും കുടുംബവും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും അവരുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും മീതെ കൽക്കുന്ന് നാട്ടുകയും ചെയ്ത ആ സ്ഥലമാണ് ആഖോർ താഴ്വരയായി അറിയപ്പെട്ടത്. വേദപുസ്തകത്തിൽ എണ്ണപ്പെട്ട ധാരാളം താഴ്വരകളുണ്ട്. നമ്മൾ ചുരുക്കം ചില സമയങ്ങളിലൂടെ ഈ താഴ്വരകൾ വഴി യാത്ര ചെയ്യും. അതിൽ ഒന്നാമത്തെ താഴ്വരയാണ് ആഖോർ താഴ്വര. ആഖോർ താഴ്വര ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒരു കുടുംബത്തിൻ്റെ പതനത്തിൻ്റെയും ദൈവകോപത്തിൻ്റെയും താഴ്വരയായി ഒരു കാലത്ത് അറിയപ്പെട്ടു. ആഖാനും കൂട്ടരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട ആ താഴ്വരയിലേക്ക് ആരും പോകുമായിരുന്നില്ല. കാരണം അവിടെ മൃതദേഹങ്ങൾ അടക്കപ്പെട്ടതും കൽക്കുന്നാക്കുകയും ചെയ്ത സ്ഥലമാണ്. അതൊരു ശാപൈകമായ സ്ഥലമായി മാറി. വേദന നിറഞ്ഞ സങ്കടങ്ങളുടെ പര്യായമായി അത് മാറ്റപ്പെട്ടു. പ്രിയരേ, ആഖോർ താഴ്വര ഒരു കുടുംബത്തിന്റെ നാശത്തിന്റെ കഥ പറയും. ആഖോർ താഴ്വര ദൈവജനത്തിന്റെ പരാജയത്തിന്റെ കഥ പറയും. ആഖോർ താഴ്വര ഒരു ദൈവഭൃത്യന്റെ ആത്മഭാരത്തിന്റെ കഥ പറയും. ആഖോർ താഴ്വര ഒരു കുടുംബത്തിന്റെ
വേദനയുടെ കഥ പറയും. ആഖോർ താഴ്വര ഒരു വ്യക്തിയുടെ ദൈവീക പ്രമാണങ്ങളുടെ ലംഘനത്തിന്റെ കഥ പറയും. ആഖോർ താഴ്വര ഒരു വ്യക്തിയുടെ പാപം ഒരു കുടുംബത്തെ മുഴുവനും നശിപ്പിച്ചതിന്റെ കഥ പറയും. അത്രമാത്രം വേദന തിങ്ങുന്ന ഒരു താഴ്വരയാണ് ആഖോർ താഴ്വര. പ്രിയ ദൈവമക്കളെ, നാം ഈ ഭാഗത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഞാൻ അധികം വിവരിക്കാതെ മുൻപോട്ട് പോകുന്നത്. എന്നാൽ ആഖോർ താഴ്വരയ്ക്ക് പിൽക്കാലത്ത് മറ്റൊരു പേര് വന്നു. എന്താണ് ആ പേര്? നമുക്ക് നോക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. ആഖോർ എന്ന വാക്കിന്റെ അർത്ഥം വലച്ചിൽ എന്നാണ്. ആഖാനെ, നീ ഞങ്ങളെ വലച്ചതെന്ത് എന്നാണ് ആഖാനോട് അന്ന് ഇസ്രായേൽ മൂപ്പന്മാർ ചോദിച്ചത്. നീ വലച്ചത് കൊണ്ടാണ് ഹായി പട്ടണത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വലിഞ്ഞു പോയത്. നീ എന്തിനാണ് ഞങ്ങളെ വലച്ചത്? അങ്ങനെ ആ അർത്ഥം വരുന്ന ആഖോർ എന്ന് അതിന് പേരായി, ആഖോർ താഴ്വര. എന്നാൽ ഹോശേയ പ്രവാചകന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആഖോർ താഴ്വരയ്ക്ക് ഒരു പുതിയ മാനം കൈവന്നു. ഏകദേശം BC 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആഖോർ താഴ്വരയുടെ സ്വഭാവത്തിനും അതിൻ്റെ പേരിനും എല്ലാം മാറ്റം വന്നു. പ്രത്യാശയുടെ താഴ്വര എന്ന ആഖോർ താഴ്വര ഞാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുടെ താഴ്വരയായ അല്ലെങ്കിൽ പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വര, എ വാലി ഓഫ് ആങ്കർ ഫോർ എ ഡോർ ഓഫ് ഹോപ്പ്. ആശയുടെ വാതിൽ, പ്രത്യാശയുടെ ആഖോർ, വാലി ഓഫ് ആഖോർ, ആഖോർ താഴ്വര, ഡോർ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ വാതിൽ. വലച്ചു എന്നറിയപ്പെടുന്ന പേര് ചാർത്തപ്പെട്ട ആഖോർ താഴ്വരയുടെ സ്ഥിതി യഹോവയായ ദൈവം പിൽക്കാലത്ത് മാറി. ആ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത് എന്ന് നമുക്കത് നോക്കുമ്പോൾ കാണാം. അവിടെ ഒരു കുടുംബത്തിൻ്റെ ആശ അറ്റുപോയി എങ്കിൽ ഇവിടെ പറഞ്ഞത് ഞാൻ അവൾക്ക്, ആർക്കാണ് അവൾക്ക്? ഇവിടെ പറയുന്നത് ഹോശേയാവിൻ്റെ ഭാര്യയായ ഗോമറിനെ കുറിച്ചാണെങ്കിലും പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്രായേലിനെയാണ്. അപ്പൊ ഇസ്രായേലിന് ഒരു കാലത്ത് ആഖോർ താഴ്വര നിരാശയുടെ, ദുഃഖത്തിന്റെ, വേദനയുടെ താഴ്വരയായിരുന്നെങ്കിൽ ഞാൻ ഇസ്രായേലിന് പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെ കൊടുക്കും. അതിൻ്റെ അർത്ഥം ഞാൻ ഇസ്രായേലിന് ജയം കൊടുക്കും. ഞാൻ ഇസ്രായേലിൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയും. ഞാൻ ഇസ്രായേലിൻ്റെ ദുഃഖം നീക്കിക്കളയും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. പ്രതീക്ഷയോടെ, ആശയോടെ, ആഗ്രഹത്തോടെ കാത്തിരിക്കാവുന്ന സാഹചര്യങ്ങൾ സംജാതമായി, ചിന്തിക്കാവുന്ന സാഹചര്യങ്ങൾ സംജാതമായി, പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങൾ സംജാതമായി. പ്രത്യാശയോടെ ആഖോർ താഴ്വര. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയരെ, ദൈവകോപം തിളച്ചു നിന്ന താഴ്വരയെ പ്രത്യാശയുടെ താഴ്വരയാക്കി, വാതിലാക്കി മാറ്റി. എത്ര മനോഹരമാണ്
ഈ പ്രയോഗം ന്യായവിധിയുടെ താഴ്വരയാണ് ആഖോർ താഴ്വരയെങ്കിൽ, പരാജയത്തിൻ്റെ താഴ്വരയാണ് ആഖോർ താഴ്വരയെങ്കിൽ, ശാപത്തിൻ്റെ താഴ്വരയാണ് ആഖോർ താഴ്വരയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യഹോവയായ ദൈവം ആ താഴ്വരയെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദൈവകൃപയുടെയും നങ്കൂരമാക്കി മാറ്റി. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കാര്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. എൻ്റെ ഇന്നത്തെ ദുഃഖം എൻ്റെ ദൈവം മാറ്റും. എൻ്റെ ഇന്നത്തെ വേദന എൻ്റെ ദൈവം മാറ്റും. എൻ്റെ ഇന്നത്തെ സങ്കടങ്ങൾ നാളെ അവൻ മാറ്റും. എന്നും സങ്കടമല്ല, എന്നും ദുഃഖമല്ല, എന്നും വേദനയല്ല, എന്നും പരാജയമല്ല, എന്നും നഷ്ടമല്ല, എന്നും നാശമല്ല, എന്നും ശാപമല്ല, എന്നും പാപമല്ല, എന്നും ന്യായവിധിയല്ല, എന്നും ശിക്ഷാവിധിയല്ല. ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആശയോടെ പ്രതീക്ഷയോടെ അടുപ്പിച്ചല്ല. നമ്മളെ ശരിക്കും കല്ലെറിഞ്ഞു കൊല്ലേണ്ട പാപങ്ങളിൽ നാം വീണിട്ടുണ്ട്. ലോകത്തുള്ള രാജ്യത്തുള്ള നിയമവ്യവസ്ഥകളുടെ കണ്ണിൽ നമ്മൾ പെട്ടുപോയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ജയിലുകളിൽ കഴിയേണ്ടവരാണ്. മാർത്തോമാ സഭയിൽ ഒരു ബിഷപ്പ് പറഞ്ഞതുപോലെ, നമ്മൾ പിടികൊടുക്കാത്ത, പിടിക്കപ്പെടാത്ത പ്രതികളാണ്, പിടിക്കപ്പെടാത്ത കള്ളന്മാരാണ് നമ്മൾ. ആ പ്രയോഗം എല്ലാവരെയും രസിപ്പിക്കുന്നതാണെങ്കിലും ചിന്തിപ്പിക്കുന്നതാണ്. ശരിയല്ലേ? പിടിക്കപ്പെടാത്ത ക്രിമിനലുകളാണ് നമ്മൾ. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല? നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അവൻ നമ്മുടെ മുൻപിൽ കയറി നിന്ന് നമ്മൾ ചെയ്ത സകല പാപങ്ങളെയും പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ന്യായീകരിക്കുകയല്ല, നീതീകരിച്ചു. അത് മുഴുവനും എൻ്റെ മേൽ കണക്കിട്ടുകൊള്ളുവാൻ കർത്താവ് കൽപ്പിച്ചത് കൊണ്ടാണ് പ്രിയരെ നമുക്ക് അപ്രകാരം പിടിക്കപ്പെടാതെ ഈ ലോകത്തിൻ്റെ മുൻപിൽ നീതിയോടെ ന്യായത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. ലോകത്തിന് ഒരു പക്ഷേ അത് മനസ്സിലാകുമായിരിക്കില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നില്ലേ? നമ്മളെ അത് പഠിപ്പിക്കുന്നില്ലേ? നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ? ആ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നില്ലേ? തകർന്നു പോയവർക്ക് അവനൊരു സങ്കേതമാണ്. തളർന്നു പോയവർക്ക് അവനൊരു താങ്ങാണ്. ക്ഷീണിച്ചു പോയവർക്ക് അവനൊരു ബലമാണ്. ഒറ്റപ്പെട്ടു പോയവർക്ക് അവനൊരു സഖിയാണ്. സങ്കടപ്പെടുന്നവർക്ക് നമ്മുടെ കർത്താവ് ഒരു ആശ്വാസപ്രദനാണ്. ദുഃഖിക്കുന്നവർക്ക് അവൻ സന്തോഷദായകനാണ്. സമാധാനമില്ലാത്തവർക്ക് അവൻ സമാധാനദാതാവാണ്. അശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് അവൻ വിശുദ്ധിയെ കൊടുക്കുന്നവനാണ്. ഏതെല്ലാം മേഖലകളിൽ നമ്മൾ തകർന്നു പോയിട്ടുണ്ടോ, ഏതെല്ലാം സ്ഥാനത്ത് നമ്മൾക്ക് ഇടർച്ച ഭവിച്ചിട്ടുണ്ടോ, അവിടെയൊന്നും ലോകത്തുള്ള ആരും നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിന്നു എന്ന് വരില്ല. രാഷ്ട്രീയത്തിലും സമുദായങ്ങളിലും ഒക്കെ നമുക്ക് കാണാം, ഒന്നിച്ച് നിന്നവരാണ് നാളെ കുതികാൽ വെട്ടുന്നവർ. ഒന്നിച്ച് നിന്ന് ചീർ വിളിച്ചവരാണ് നാളെ വിരുദ്ധ ചേരിയിൽ ചെന്ന് തിരിച്ചു വെടിവെക്കുന്നവർ അവരാണ്. നൊന്ത് പ്രസവിച്ച മാതാവിനോടും പിതാവിനോടും
യുദ്ധം ചെയ്യുന്നത് ജന്മം കൊടുത്ത് പ്രസവിച്ച് വളർത്തി, പാലൂട്ടി വളർത്തി, ആഹാരം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത് മിടുക്കന്മാരായി കഴിയുമ്പോൾ അവരാണ് തിരിച്ച് യുദ്ധം ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവരൊക്കെ അവരുടെ സങ്കടം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ നാളിലും ഞാൻ കാനഡയ്ക്ക് പോയ സമയത്തും അവർ പറഞ്ഞ് ഞാൻ കേട്ടു. ചില റിലേറ്റീവ്സിനെ കൊണ്ടുപോയി, മലയാളികളെ കൊണ്ടുപോയി, സ്നേഹിതന്റെ മക്കളെ കൊണ്ടുപോയി. അവർക്ക് സ്വാധീനം ഉപയോഗിച്ചും തൻ്റെ പ്രാപ്തി ഉപയോഗിച്ചും ആഹാരവും താമസവും യാത്രച്ചെലവും കൊടുത്ത്, ജോലി അന്വേഷിച്ച് കണ്ടെത്തി ജോലിയും കൊടുത്തു ഒരു സ്ഥാനത്തേക്ക് അവരെ കയറ്റി വിട്ടു. എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഈ ചെയ്തവർക്ക് വിനയായി. ശേഷം ഇത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ്സിനെ നാട്ടിൽ കൊണ്ടുവരില്ല. ഞാൻ ഇനി ഒരു മലയാളിക്ക് ഒരു ജോലി ഞാൻ വാങ്ങിക്കൊടുക്കില്ല. എല്ലാവരും നല്ല, ചിലരൊക്കെ ഈ കാര്യങ്ങളിൽ വളരെ തീവ്ര ദുഃഖിതരാണ്. കാരണം എന്തേ? ഒരു കാരണമേ ഉള്ളൂ, നമ്മൾ സഹായിച്ചവരെ മറക്കും, വന്ന വഴികൾ മറക്കും, നടത്തിയ ദൈവത്തെ മറക്കും, വലുതാക്കിയ ദൈവത്തോടുള്ള സ്നേഹബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകും. അഹങ്കാരം നമ്മളെ മൂടാൻ തുടങ്ങും. പണത്തിന്റെ കാര്യത്തിൽ വിരളി പിടിച്ച് വെട്ടിക്കൂട്ടിയും തട്ടിക്കൂട്ടിയും തട്ടിച്ചെടുത്തും പറ്റിച്ചെടുത്തും വലിയ പുള്ളിയായി കഴിയുമ്പോൾ വന്ന വഴി പലരും വിസ്മരിക്കും. എന്നാൽ ദൈവമക്കളെ, ഒരു നല്ല കർത്താവ് നമ്മൾക്കില്ലേ? ആ ദൈവത്തെ കഴിഞ്ഞ 46 വർഷം കഴിഞ്ഞു ഞാൻ ആസ്വദിക്കാനും ഞാൻ അനുഭവിക്കാനും തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എഴുതി വയ്ക്കും, യേശുവിനെ പോലെ നല്ലവനില്ല മറ്റാരും, യേശു കർത്താവിനെ പോലെ വലിയവനില്ല മറ്റാരും, സ്നേഹിക്കാൻ കൊള്ളാകുന്നവനുമില്ല, ആശ്രയിക്കാൻ കൊള്ളാകുന്നവനുമില്ല. അവൻ നമ്മുടെ ദുഃഖത്തിന്റെ താഴ്വരകളെ, ശിക്ഷാവിധിയുടെ താഴ്വരകളെ, ശാപത്തിന്റെ താഴ്വരകളെ, കണ്ണുനീരിന്റെ താഴ്വരകളെ, വേദനയുടെ താഴ്വരകളെ അവൻ അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ദൈവകൃപയുടെയും താഴ്വരകളാക്കി ആ നല്ല ദൈവം മാറ്റും. ആരുണ്ട് ഇങ്ങനെ ചെയ്യാൻ? നമ്മുടെ സുഹൃത്തുക്കളിൽ ആരുടെയെങ്കിലും പേര് നിങ്ങൾക്ക് പറയാമോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനേക്കാൾ അധികമായി സ്നേഹിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിയുടെ പേരെഴുതാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ. പ്രേമബന്ധങ്ങളിൽ അഗാധമായി കെട്ടപ്പെട്ട യുവധാമങ്ങൾ, അവർ രണ്ടുപേരും പ്രേമം മൂത്തപ്പോൾ തീരുമാനിച്ചു, നമുക്ക് ഒരുമിച്ച് മരിക്കാം. രണ്ട് വീട്ടുകാരും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം. രണ്ടുപേരും തീരുമാനിച്ചു. രസകരമാണ് ഈ കഥ കേൾക്കുമ്പോൾ. മരിക്കാൻ തീരുമാനിച്ച് രണ്ടുപേരുടെയും വീട് അടുത്തടുത്ത സ്ഥലത്താണ്. അവർ വിഷം കഴിച്ച് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു. എന്താ ചെയ്തെന്നറിയാമോ? 2 ഗ്ലാസ്സിലും ആ കാമുകൻ വിഷം പകർന്നു. ഒന്ന് അവനെടുത്തു, ഒന്ന് അവളുടെ കയ്യിൽ കൊടുത്തു. രണ്ടുപേരും ഒരുമിച്ച് വലിച്ചു കുടിച്ചു. പക്ഷെ സംഭവിച്ചത്,
അവൻ അവളുടെ കയ്യിൽ കൊടുത്തത് പക്ക വിഷം. പക്ഷേ ഇവർ ഗ്ലാസ് കൈമാറിയപ്പോൾ അവളുടെ കയ്യിലിരുന്നത് അവന് സ്വാഭാവികമായിട്ടും കൊടുക്കുമല്ലോ. അങ്ങനെ കാമുകന് കിട്ടിയത് ബ്ലാക്ക് ടീ, കട്ടൻ ചായ. രണ്ടിൻ്റെയും നിറം ഒരുപോലെയാണ്. രണ്ടുപേരും വലിച്ചു കുടിച്ചു, മുഴുവനും കുടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ അവൾ കറങ്ങി വീണു. അവൻ സ്റ്റാൻഡ് വിട്ടു. എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ മക്കൾ ഇപ്പോഴും ആ വഴിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സങ്കടം വരും. ഏത് മനുഷ്യന്റെയും സ്നേഹത്തിന് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. വ്യാജമാണ് പലതും, കളങ്കമുള്ളതാണ് പലതും, കാപട്യമുള്ളതാണ് പലതും. എന്നാൽ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന, കർത്താവിന് വലങ്കൈ കൊടുത്ത് മുൻപോട്ട് ജീവിച്ച നമ്മുടെ ആ കോർ താഴ്വരകളെ, ദൈവകോപത്തിന്റെ താഴ്വരയെ പ്രത്യാശയുടെ താഴ്വരയാക്കി അവൻ മാറ്റിത്തരും. സ്ഥലത്തിനല്ല പ്രശ്നം, മണ്ണിനല്ല പ്രശ്നം, താമസിക്കുന്ന വീടിനല്ല സുഹൃത്തെ കുഴപ്പം, താമസിക്കുന്ന വീടിന്റെ മുറിയുടെ കണക്കിനല്ല കുഴപ്പം. മനോഹരമായ വീട്ടിൽ 1-ാം തീയതി കയറി വന്ന ആൾക്കല്ല കുഴപ്പം. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണി കണ്ട ആദ്യത്തെ വ്യക്തിക്കല്ല കുഴപ്പം. താങ്കൾക്കാണ്, താങ്കളുടെ ചിന്തകൾക്കാണ്, താങ്കളുടെ തീരുമാനങ്ങൾക്കാണ്, താങ്കളുടെ അന്ധമായ കാഴ്ചപ്പാടുകൾക്കാണ്, താങ്കൾക്ക് ദൈവത്തിലുള്ള ആശ്രയത്വത്തിന്റെ അഭാവമാണ് ഇന്ന് അനുഭവിക്കുന്ന പല സങ്കടങ്ങളുടെയും കാരണം. എന്തെല്ലാം പ്രയാസങ്ങളുടെ, എന്തെല്ലാം പ്രതികൂലങ്ങളുടെയും വേദനകളുടെയും ബാണക്കെട്ടാണ് നമ്മുടെ തോളിൽ കിടക്കുന്നത്, നമ്മൾ ചുമലിൽ വഹിക്കുന്നത്. എന്നാൽ അതിനെ മാറ്റാൻ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവിന് കഴിയും. ഈ വചനം കേൾക്കുമ്പോൾ നാം നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കും. തടയപ്പെട്ടിരിക്കുന്ന, തടഞ്ഞിരിക്കുന്ന, വെളിപ്പെടാതിരിക്കുന്ന അത്ഭുതങ്ങൾ പടിപടിയായി വെളിപ്പെട്ടു വരും. ആയതുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോയാൽ കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖങ്ങളെ അവൻ അനുഗ്രഹങ്ങളാക്കി മാറ്റും. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെ അവൻ ലാഭങ്ങളാക്കി മാറ്റും. വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനും സന്ദർഭത്തിനുമായിട്ട് സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ഇളകി മാറിയുന്നു. ഞങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. അപ്പാ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവേ, നീ ഞങ്ങളോട് മനസ്സലിയണമേ. നിന്റെ അനർഗളമായ കൃപ ഞങ്ങൾക്ക് തരണമേ. നിന്റെ ഉന്നതമായ സ്നേഹം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ വാത്സല്യം ഞങ്ങൾക്ക് തരണമേ. യേശുവേ, നിന്നോട് എളിയ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട ഒരു വ്യക്തി പോലും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും പാളയത്തിൽ ബന്ധിക്കപ്പെടരുതേ. യേശുവിൻ്റെ നാമത്തിൽ അവരെ സ്വതന്ത്രരാക്കണമേ. പ്രത്യാശയോടെ യാക്കോബ് താഴ്വരയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മെ